രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്ന. അതിപ്പോ ദുബായ് സർക്കാർ ഗോൾഡൻ വിസ കൊടുക്കുന്നത് മാതിരിയാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ വീട്ടിലും ഓരോ ഭാരതരത്ന എന്നുള്ളതാണോ നരേന്ദ്രമോദി സർക്കാരിന്റെ സ്വപ്നം? അത് നിങ്ങൾക്കിപ്പോൾ തോന്നും. കാരണം ഇത്രയും കാലം ഭാരതരത്ന എന്ന് പറയുന്നത് ചില കുടുംബക്കാരുടെ സ്വത്തായിരുന്നു. കോൺഗ്രസ് ഭരിക്കുമ്പം ഭാരതരത്ന കുടുംബക്കാർക്ക് മാത്രമാണ് കൊടുത്തത്. ആദ്യം നെഹ്റുവിന് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് 71-ൽ ഇന്ദിരാഗാന്ധിക്ക് കൊടുത്തു, പിന്നെ അതവിടെ അടക്കി വെച്ചു. പിന്നെ അതിനുശേഷം പിന്നെ വന്നിരുന്ന ഭാരതരത്ന എന്ന് പറയുന്നത് അംബേദ്കർക്കായാലും പട്ടേലിനായാലും ഒക്കെ, പട്ടേലിന് പ്രഖ്യാപിച്ചത് തിരിച്ചാണെങ്കിലും അതിനുശേഷം ഈ ഭാരതരത്ന എന്ന് പറയുന്നത് തൻ്റെ കുടുംബം, നെഹ്റു കുടുംബം അല്ലാതെ വേറെ ആർക്കും കിട്ടാൻ പാടില്ല എന്ന ഒരു സമീപനം കുറേ കാലമായി, 10-60 വർഷമായി ഭാരതത്തിലുണ്ടല്ലോ. അതിൻ്റെ ഭാഗമാണ് നിങ്ങൾ സംസാരിക്കുന്ന മൊഴിയും. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അർഹരായവരെ അംഗീകരിക്കുക, അതിൽ മതവും ഇല്ല രാഷ്ട്രീയവും ഇല്ല. നരസിംഹറാവുവിന് കൊടുത്തു. 20 ദിവസത്തിനിടയ്ക്ക് 5 ഭാരതരത്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച കാലം മുമ്പുണ്ടായിട്ടുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. ഇപ്പോൾ ഈ പറഞ്ഞ നേതാക്കൾ ആരും ഭാരതരത്നയ്ക്ക് അർഹരല്ല എന്നൊരു വാദം എനിക്കില്ല കേട്ടോ. ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആളുകളെ പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് ഭാരതരത്ന പ്രഖ്യാപിക്കുന്നതിന് മുൻപിൽ കൃത്യമായ അജണ്ടകളുണ്ട്. നമ്മൾ ചർച്ചയുടെ വഴിയെയുള്ള ഘട്ടത്തിൽ വിശദീകരിക്കാം. അല്ല, അതിൽ നിങ്ങൾക്കൊരു അസൂയുണ്ട്. അതാണ് ഭാരതരത്ന കൊടുക്കുന്നതിൽ നിങ്ങൾക്കൊരു അസൂയുണ്ട്. കാരണം ഓരോ ഭാരതരത്ന കൊടുക്കുമ്പോഴും അത് അടിസ്ഥാന വർഗത്തിലും അടിത്തട്ടിലുള്ള സാധാരണ ജനങ്ങൾക്കും. അതാണെന്ന് ജയന്തൻ ചൗധരിയുടെ വളരെ കൃത്യമായിട്ടുള്ള പ്രസ്താവന ഉണ്ടല്ലോ, ചരൺ സിംഗിൻ്റെ മകൻ്റെ പ്രസ്താവന. ആ പ്രസ്താവന എന്താ? അടിസ്ഥാന വർഗത്തോട് ഉദാരമായ സമീപനം സ്വീകരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനമാണിത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് തന്നെയാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ സത്യത്തിൽ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞ് ആ കാര്യം പറയാമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പൊ പക്ഷേ ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾ തന്നെ വളരെ കൃത്യമായി ആ കാര്യം പറഞ്ഞു. നോക്കൂ, ഈ പറഞ്ഞ ജയന്ത് ചൗധരി RLD കഴിഞ്ഞ UP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയുടെ കൂടിയായിരുന്നു. പശ്ചിമ UPയിൽ, വെസ്റ്റേൺ UPയിൽ ഇപ്പോഴും ജാട്ട് ബെൽറ്റിൽ ചരൺ സിംഗിനും അജിത് സിംഗിനും ഒക്കെ അവരുടെ പാരമ്പര്യം പേർന്ന RLDക്കൊക്കെ ചില്ലറ സ്വാധീനമുണ്ട്. അപ്പോൾ വെസ്റ്റേൺ UPയിൽ 2014 ശേഷം BJPക്ക് ഉണ്ടായിരുന്ന വലിയ സ്വാധീനത്തെ ഒരു പരിധിവരെ കഴിഞ്ഞ തവണ SP-ക്ക് ചേർത്ത് നിൽക്കാൻ കഴിഞ്ഞത് RLDയുടെ സപ്പോർട്ടോടുകൂടിയാണ്. അപ്പോൾ ദാ ഈ ചൂണ്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. ജയന്ത് ചൗധരി അതിനകത്ത് കൊത്തുന്നു. നിങ്ങളുടെ കൂടെ പോയിരുന്നു. കർപ്പൂരി താക്കൂറിന് ഭാരതരത്നം കൊടുക്കുന്നു, JDU-നെയും നിതീഷ് കുമാറിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ചരൺ സിംഗിന് ഭാരതരത്നം കൊടുക്കുന്നു, RLD-യെയും ജയന്ത് ചൗധരിയെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഇതാണല്ലോ ഞാൻ പറഞ്ഞത്. എന്നാ പിന്നെ നരസിംഹറാവുവിന് കൊടുത്തതുകൊണ്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഞങ്ങളുടെ കൂടെ വരുമോ? അല്ല, നിങ്ങൾ എല്ലാത്തിനും ഈ വേറെ കാരണമുണ്ടല്ലോ. എന്തിനാ രാഷ്ട്രീയമായി എല്ലാത്തിനും കാണരുത്? അല്ല, ഭാരതരത്നയിൽ രാഷ്ട്രീയം കാണരുത്. ഞാൻ ചോദിക്കട്ടെ, നരസിംഹറാവുവിന് കൊടുത്തത് എന്തുകൊണ്ടാണ്? നരസിംഹറാവു കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളല്ലേ? കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളാണ്. ഈ നരസിംഹറാവു അന്തരിച്ചപ്പോ ആ മൃതശരീരം AICC ഓഫീസിലൊന്ന് കയറ്റിപ്പോലുമില്ലല്ലോ എന്ന് നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ് ഈ ഭാരതരത്ന. കരിംനഗറിൽ നരേന്ദ്രമോദി കഴിഞ്ഞ തെലങ്കാന തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ നരസിംഹറാവുവിനോട് ചെയ്ത ഇൻസൾട്ട് വേറെ ആരോടെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ ഇതും കൃത്യമാണ്. നരസിംഹറാവുവിനെ കോൺഗ്രസ് ഇൻസൾട്ട് ചെയ്തു, നരസിംഹറാവുവിന്റെ ലെഗസിയെ കോൺഗ്രസ് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു. ഞങ്ങളാണ് നരസിംഹറാവുവിനെ ആദരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇപ്പോ കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ ഭാരതരത്ന നരസിംഹറാവുവിന് കൊടുത്തതെന്നൊന്നും പറയല്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ. അയ്യോ, അങ്ങനെ ചിന്തിക്കല്ലേ അഭിലാഷേ. ഇപ്പോൾ കോൺഗ്രസ് ഇതര സർക്കാരുകളുടെ മുഖ്യമന്ത്രിമാരായിരുന്നു കർപ്പൂരി ഠാക്കൂറും അതുപോലെ തന്നെ ചരൺ സിംഗും. അപ്പം നമുക്ക് എല്ലാത്തിലും നിങ്ങൾ കാണുന്നത് മുഴുവൻ രാഷ്ട്രീയമാണ്. ഒരാൾ ചിരിച്ചാൽ രാഷ്ട്രീയം, ഒരാൾ കരഞ്ഞാൽ രാഷ്ട്രീയം, പ്രധാനമന്ത്രി ഒന്ന് സംസാരിച്ചാൽ രാഷ്ട്രീയം. ഭാരതരത്നയിൽ നിങ്ങൾ ഇതിനെ രാഷ്ട്രീയം കാണുന്നത്. ഭാരതരത്നയിൽ നിങ്ങൾ രാഷ്ട്രീയം കാണണ്ട. അതിന് പല രാഷ്ട്രീയ ഇമ്പാക്റ്റ് ഉണ്ടാവുമായിരിക്കാം, അത് വേറെ വിഷയം. പക്ഷേ നിങ്ങളതിൻ്റെ പോസിറ്റീവ് വശം പറ. എത്ര കാലമായി കർപ്പൂരി ഠാക്കൂർ ഒരു പാവപ്പെട്ട മനുഷ്യൻ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ ഇന്നത്തെ ആളുകൾ വലിയ എന്താ പറയുക, സ്വർണ്ണാഭരണങ്ങൾ നിറഞ്ഞ അല്ലെങ്കിൽ വലിയ വലിയ കുബേരന്മാരുടെ കാറിലൊക്കെയാണ് പോവുക. ആ മനുഷ്യൻ ഓട്ടോറിക്ഷ വിളിച്ച് പോയതാ, ഒന്നുമില്ല ആ കുടുംബത്ത്. അത്രയും പാവപ്പെട്ട സാധാരണക്കാരനായ കർപ്പൂരി ഠാക്കൂറിന് എന്തുകൊണ്ട് കൊടുത്തില്ല? ഞാൻ ചോദിക്കട്ടെ, ഇടതുപക്ഷം ഭരിച്ച ഒരു ഭാരത സർക്കാർ ഉണ്ടായിരുന്നില്ലേ? ഇടതുപക്ഷത്തിൻ്റെ സപ്പോർട്ടോടുകൂടി ഭരിച്ച മൻമോഹൻ സിംഗ്. ഞാൻ ചോദിക്കട്ടെ, അതിനു മുമ്പ് എത്രയോ കോൺഗ്രസ് ഭരണകൂടങ്ങൾ വന്നു. എന്തുകൊണ്ട് അർഹതപ്പെട്ടവരെ കണ്ടില്ല? അർഹതപ്പെട്ടവർക്ക് ഭാരതരത്നയും അർഹതപ്പെട്ടവർക്ക് അംഗീകാരവും കൊടുക്കലാണ്
നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രത്യേകത. അതിനുള്ളിൽ രാഷ്ട്രീയം കാണരുത്. ശരി, ഓക്കെ, അതാണ് രാഷ്ട്രീയം കാണുന്നതാണ് കുൽസിതമായിട്ടുള്ള. ശരി, ഞാൻ ആ പോയിന്റിലേക്ക് മടങ്ങി